പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നവ്യയും കുഞ്ഞിനെയും കൂട്ടി എല്ലാവരും അനന്തപുരിയിലേക്ക് തിരിച്ചു വന്നു. നവ്യേനെയും കുട്ടീനെയും ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കുന്നുണ്ട് ദേവയാനി. ഇതെല്ലാം കഴിഞ്ഞ് അകത്തോട്ട് കയറിയതിന് ശേഷം ജലജ ചോദിക്കുന്നുണ്ട്, അതെ ഇവിടെ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, അതിനെ ഒളിപ്പിച്ചേക്കുവാണോ എന്ന് ചോദിക്കുക കേട്ടോ. കാരണം ചന്തുമോളുടെ കാര്യം ഇനി കനകയും ഗോവിന്ദനോട് അറിയണം, അതിനു വേണ്ടി. അപ്പോഴത്തേക്കും നയന പോയി കുഞ്ഞിനെ എടുത്തുകൊണ്ട് ഇറങ്ങി വരുന്നുണ്ട്. ഏതായാലും കുഞ്ഞിനെ കണ്ടു കഴിയുമ്പോഴത്തേക്കും കണ്ണും മിഴിച്ചിരിക്കുവാണ് കനക. ഇതെന്താണ്, ആരുടെ കുഞ്ഞാണ് എന്നൊന്നും അറിയത്തില്ലല്ലോ. അന്നേരം ജാനകി പറയുന്നുണ്ട്, ഈ കുഞ്ഞ് ആദർശിൻ്റെയാണെന്ന്. ഇത് കേൾക്കേണ്ട താമസം കണ്ണു മിഴിച്ചിങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നുണ്ട് കനക. വിശ്വസിക്കാൻ പറ്റുന്നില്ല, കാരണം ആദർശിനെ അത്രത്തോളം അവർ വിശ്വസിച്ചിരുന്നായിരുന്നല്ലോ, അതുകൊണ്ട് തന്നെ. പിന്നെ ഇതിനിടയ്ക്ക് മുത്തശ്ശൻ പറയുന്നുണ്ട്, ചന്തുമോൾ ഒരിക്കലും അഭിയുടേതാണെന്ന് പുറം ലോകം അറിയില്ല എന്ന് അവൻ വിശ്വസിച്ചിരുന്നു എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ അവൻ ആ കുഞ്ഞിനെയും കൊന്നു കളഞ്ഞേനെ എന്ന് പറയുന്നുണ്ട്. ആദർശ DNA ടെസ്റ്റ് റിസൾട്ട് എല്ലാവരോടും വന്ന് പറയുമല്ലോ, അന്നേരമാണ് മുത്തശ്ശൻ ഇങ്ങനെ ഒരു അഭിപ്രായം പറയുന്നത്. ഏതായാലും ഇങ്ങനെ ഒരു DNA ടെസ്റ്റ് നടന്നതും റിസൾട്ട് വന്നതും ഇത് വീട്ടിലുള്ള ബാക്കി എല്ലാവരും അറിഞ്ഞതൊന്നും അബി അറിയുന്നില്ല എന്ന് തോന്നും. ഇനി അങ്ങനെയാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് ഇനി അബി അഭിനയിച്ച് തകർക്കുമ്പോൾ ബാക്കിയുള്ളവർക്ക് കാര്യങ്ങളൊക്കെ അറിയാമല്ലോ. ഏതായാലും ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായിട്ട് കാണിച്ചത്.